പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്താവചനത്തിൽ വിശുദ്ധ ബൈബിൾ പഴയ നിയമത്തിലെ 17-ാമത്തെ ഗ്രന്ഥമായ തോബിത്ത് എന്നൊരു ചെറിയ പുസ്തകത്തെക്കുറിച്ചാണ് നാം വിചിന്തനം ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ റൂത്ത് എന്നൊരു ചെറുഗ്രന്ഥത്തെക്കുറിച്ച് നാം വിചിന്തനം ചെയ്തിരുന്നു. റൂത്ത് പോലെ തോബിത്തും ഒരു കഥാപുസ്തകമാണ്. ഇതിൽ 14 അധ്യായങ്ങളുള്ള ഈ ഗ്രന്ഥത്തിൽ ഒരു മനുഷ്യൻ ധാർമ്മികതയിലും ദൈവത്തിൻ്റെ നിയമത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചാൽ അവൻ എത്ര ദരിദ്രനായിരുന്നാലും ആർക്കും അധീനപ്പെടുത്താനാവാത്ത വലിയ സമ്പത്തിന് അവൻ ഉടമയായിത്തീരും എന്നൊരു പ്രബോധാത്മകമായ ആശയം കൂടി നമ്മൾക്ക് തരുന്നുണ്ട്. ഈ കഥയിൽ തോബിത്ത്, സാറ, തോബിത്തിൻ്റെ മകൻ തോബിയാസ്, റഫായേൽ എന്ന ദൈവദൂതൻ എന്നീ 4 കഥാപാത്രങ്ങളാണ് പ്രധാനമായും ഇതിലുള്ളത്. കഥ നടക്കുന്നത് ഇസ്രായേലിൻ്റെ ശത്രുരാജ്യമായ അസിറിയയിലെ നിനവേയിലും എക്ബത്താനയിലുമാണ്. കഥ തുടങ്ങുമ്പോൾ തോബിത്തും മകൻ തോബിയാസും അമ്മ അന്നയും സിറിയയുടെ തലസ്ഥാനമായ നഗരമായ നിനവേയിൽ യുദ്ധത്തടവുകാരായി ജീവിക്കുകയാണ്. അന്ന് സിറിയ ഭരിച്ചിരുന്നത് ഷൽമനസേർ എന്ന രാജാവാണ്. ക്രിസ്തുവിന് മുമ്പ് 721 ഇസ്രായേലിലെ നഫ്താലി ഗോത്രവംശരായ ഇവർ നിനവേയിലേക്ക് നാടുകടത്തപ്പെട്ടത്. ഇസ്രായേലിൽ ദൈവഭക്തനായ ഒരു നല്ലൊരു യഹൂദനായിരുന്നു തോബിത്ത്. അക്കാലത്ത് ഇസ്രായേൽ പല ഗോത്രങ്ങളും ഏകദൈവ വിശ്വാസം ത്യജിച്ച് അന്യദൈവന്മാരെ ആരാധിക്കാനും അവരുടെ മ്ലേച്ഛമായ ബലികളിൽ പങ്കെടുക്കാനും പോയിരുന്നെങ്കിലും തോബിത്ത് ന്യായപ്രമാണങ്ങൾ പാലിച്ചും ദശാംശങ്ങൾ യഥാകാലം ദേവാലയത്തിൽ സമർപ്പിച്ചും ജീവിച്ചു പോരുമ്പോഴാണ് അസിറിയ ഇസ്രായേൽ ആക്രമിക്കുന്നതും നിരവധി യഹൂദരെ യുദ്ധത്തടവുകാരായി സിറിയയിലേക്ക് നാടുകടത്തിക്കൊണ്ടു പോകുന്നതും. വിജാതി രാജ്യത്ത് വന്നിട്ടാണെങ്കിലും തോബിത്ത് തൻ്റെ വിശ്വാസ ജീവിതത്തിൽ മായം ചേർത്തില്ല. ഒരു യഥാർത്ഥ ദൈവഭക്തനായ യഹൂദനായി ജീവിച്ചു. കഷ്ടതകളും ദുരിതങ്ങളും തോബിത്തിനെ വലിഞ്ഞു മുറിയപ്പോഴും സൈന്യങ്ങളുടെ കർത്താവായ യഹോവയിൽ വിശ്വാസമർപ്പിച്ച് തോബിത്ത് നിനവേയിൽ വെച്ച് അന്ധനായി തീർന്നെങ്കിലും തൻ്റെ മകൻ തോബിയാസിനെ ചർച്ചക്കാരുടെ ഗോത്രത്തിൽ നിന്ന് വിവാഹമുറപ്പിക്കാനും താൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന 10 താലന്ത് വെള്ളി മേദിയായിലെ ഗബായേലിൻ്റെ പക്കൽ നിന്ന് തിരികെ വാങ്ങാനും ഒരു യുവാവിൻ്റെ സഹായത്തോടെ മകൻ തോബിത്തിനെ യാത്രയാക്കുന്നു. സഹയാത്രികരനായ യുവാവ് ദൈവസന്നിധിയിലുള്ള റഫായേൽ ദൈവദൂതനാണെന്ന് തോബിയാസ് അറിഞ്ഞിരുന്നില്ല. അവർ എക്ബത്താനയിൽ സ്വന്തം ഗോത്രത്തിൽപ്പെട്ട റഗുവേലിൻ്റെ മകൾ സാറായെ വിവാഹത്തിനായി കണ്ടെത്തുന്നു. എന്നാൽ അസ്മോദേവൂസ് എന്ന ഒരു ദുഷ്ടപിശാചിനാൽ തൻ്റെ 7 ഭർത്താക്കന്മാരെയും വധിച്ചു കളഞ്ഞ ദുഃഖത്തിൽ ആത്മഹത്യയുടെ വക്കിലായിരുന്നു ആ യുവതി. സഹയാത്രികനായ ദൈവദൂതൻ ആ പിശാചുബാധയെല്ലാം ഒഴിപ്പിച്ച് സാറായെയും തോബീസും തമ്മിലുള്ള വിവാഹം നടത്തുകയും കടം കൊടുത്തിരുന്ന 10 താലന്ത് വെള്ളി തിരികെ വാങ്ങുകയും ചെയ്യുന്ന രസകരമായ കഥയാണ് ഈ പുസ്തകത്തിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഗ്രന്ഥം തീർച്ചയായും നിങ്ങൾ വായിച്ചിരിക്കണം. ദൈവവചനം വാക്കിലും പ്രവൃത്തിയിലും ജീവിച്ചു കാണിക്കുന്ന തോബിത്തിൻ്റെ ജീവിതം നമുക്ക് പ്രചോദനമാകും. വചനം മാംസം ധരിച്ച ഇതിലെ കഥാപാത്രങ്ങൾ എന്നും നമ്മുടെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ആമേൻ.